ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാവയ്ക്കൊണ്ടൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നല്ല നല്ല വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിലുള്ളതാണ്. അത് ആ ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനൂടെ എനേബിൾ ആക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് പാവയ്ക്കയ്ക്ക് കയ്പില്ലാതിരിക്കാൻ ആദ്യമേ തന്നെ അരിച്ചില്ലി തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നീളത്തിൽ അരിയുക, ഉണ്ടല്ലോ അങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിയുക. അപ്പം കുഴഞ്ഞു പോകത്തതേ ഇല്ല. നല്ല കൃഷിയായിട്ട് നമുക്ക് പാവയ്ക്ക കിട്ടും. പിന്നെ വേണ്ടുന്നത് പച്ചമുളകാണ്. നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ സവാളയാണ്. സവാളയൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ നാളികേരം ഇടുന്നുണ്ട്, ചെറിയൊരു ഇടയ്ക്കൊരു കടിക്ക് വേണ്ടി. നമ്മളിനി ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയുടെയാണ് പുളി ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് നമുക്ക് പുളി ഇടാം. നമ്മളെല്ലാം ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഉള്ളിയും തേങ്ങയൊക്കെ മൂപ്പിച്ചെടുക്കാം. പക്ഷേ സെപ്പറേറ്റ് എടുത്തില്ലെങ്കിലും നമുക്ക് ഒന്നിച്ച് മൂപ്പിച്ചെടുത്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സമയലാഭം കിട്ടും. അപ്പോൾ ഇത് തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ചെറിയ തീയിൽ ഇളക്കിയെടുക്കാം. നമ്മുടെ പാവയ്ക്ക ഫ്രൈ എല്ലാം നല്ലതായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും കയ്പില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചേരുവ മാത്രമേ ഞാൻ അധികപ്പെട്ട് ചേർത്തുള്ളൂ. അപ്പോൾ ഇത്രയും മാറ്റം വന്നെങ്കിൽ പിന്നെ എന്താണ്, എല്ലാവർക്കും പാവയ്ക്ക കൂട്ടാവുന്നതാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.